എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, അടിപൊളി. കന്നഡ അതും കൊള്ളാം. ഇത് നമ്മൾ ഈ തവിയെല്ലാം ഇടുന്ന റാക്ക് പോലെയാണ്. അത് ആക്ച്വലി തവിക്കുന്ന റാക്കാണ്. ആണ്. സ്പൂണ്, ഫോക്ക്, നമുക്കൊരു ടേസ്റ്റിംഗ് സ്പൂൺ കാണും, അതൊക്കെ വെക്കുക. നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ വെക്കുക. നളൻ്റെ നാട് കോട്ടയം. ഞാൻ ബേസിക്കലി കുണ്ട്ര, കൊല്ലമാണ്. അല്ല, കോട്ടയത്താണ് റെസ്റ്റോറൻറ്റ്. എൻ്റെ റെസ്റ്റോറൻറ്റ്സ് എല്ലാം കോട്ടയത്താണ്. ഞാൻ പ്രേക്ഷകരോട് മധ്യ കേരളത്തിൽ നിന്ന് പറയുകയും ചെയ്തു കോട്ടയമാണെന്ന് കരുതി. അതെ, കോട്ടയത്താണ് ഇപ്പോൾ ഒരു തിരുത്തുണ്ട് പ്രേക്ഷകരോട്. കോട്ടയത്താണ് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഞാൻ കുണ്ട്ര വൈദ്യശാലയിലാണ്, നീരൊഴുക്കിൽ എന്ന് പറയുന്ന 150 വർഷം പാരമ്പര്യമുള്ള ആയുർവേദിക് കുടുംബത്തിലാണ്, മംഗലശ്ശേരി എന്ന് പറയുന്നത്. അതെ, വലിയ വൈദ്യർ, ഓല ഗ്രന്ഥങ്ങളൊക്കെ ഉള്ള വൈദ്യശാലയിലാണ്. അപ്പോൾ അത് ആഹാരമാണ് ഔഷധം എന്ന് വിശ്വസിക്കുന്ന ഒരു ജേണിയാണ് എൻ്റെ. For last 10 years. പണ്ട് ആളുകൾ പറയും അല്ലേ, ഈ മരുന്ന് പോലെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന്. തീർച്ചയായിട്ടും ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് മനസ്സിലാക്കി ജീവിക്കണം എന്നുള്ളതാണ് ആ കാര്യം. ഒരു നേരം കഴിക്കുന്നവൻ യോഗി അല്ലേ, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി. അതിനൊരു മാറ്റം എന്ന് പറയുന്ന അളവിൽ കഴിക്കുന്നവൻ. ഇപ്പോഴത്തെ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് 6 നേരം കഴിക്കണം എന്നാണ്. അളവ് കുറച്ച് 6 നേരമായി കഴിക്കണം എന്നുള്ളത്. നമ്മളൊരു തീറ്റ മത്സരം ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ ഏതൊരു ഫുഡ് നമ്മുടെ ടേബിളിൽ വന്നാലും നമ്മൾ മനസ്സുകൊണ്ട് അതിൻ്റെ വെയിറ്റ് ഒന്ന് തൂക്കിയാൽ, അതിൻ്റെ ന്യൂട്രീഷൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ, നമ്മളെ സെൽസ് തന്നെ, നമുക്ക് 70 മില്യൺ സെൽസോൾ നമ്മളെ ബോഡിയിലുണ്ടെന്നാണ് പറയുന്നത്. ഈ സെൽസിനെല്ലാം ബേസിക്കലി ഇൻ്റലിജൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചെടികൾക്ക് ബ്രെയിൻ ഇല്ലല്ലോ. ഈ ചെടി ലൈറ്റ് അന്വേഷിച്ച് എങ്ങനെ പോകുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് സെൽസിൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളതാണ് കാഴ്ചപ്പാടുകൾ. അപ്പോൾ നമ്മൾ സെൽസിനെല്ലാം ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് കുത്തരിച്ചോറ്, കാന്താരി ചമ്മന്തി, ചക്ക അവിയൽ. ജഗദീഷ് ചന്ദ്രബോസിൻ്റെ സിദ്ധാന്തമാണത്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വായിക്കൂടെ വെള്ളം വരുന്നത്. തടി എന്ന് പറയുന്നത് ഒരഴകാണ്. ബേസിക്കലി മധുചേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പ്രേംനസീർ സാർ പോയി എന്ന് പറയുന്നത് പോലാണ്. നമ്മൾ തടിയിലല്ല കാര്യം, നമ്മൾ എത്രത്തോളം ആരോഗ്യ സമ്പന്നനാണ് എന്നുള്ളിടത്താണ് കാര്യം. ചില ജനറ്റിക്സിൽ നമുക്ക് തടി ഉണ്ടാവാം, പക്ഷെ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. അതിന് നമ്മളെ ബോഡിയെ നമ്മൾ ടെമ്പിളായിട്ട് കണ്ടിട്ട് നമ്മളതിൽ ഡയറ്റി ആയിരിക്കണം. അതിലും വിട്ടിട്ട് നമ്മളെല്ലാവരും ഡയറ്റിൻ്റെ പിറകെ ഓടുകയാണ്. നമ്മളൊരു ഡയറ്റി ആകുമ്പം, ഈ വെസ്റ്റ് ഇൻഡീസിലൊരു ക്രിക്കറ്ററുണ്ട്, അയാളുടെ പേര് റഹീം കോൺവാൾ എന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്രിക്കറ്റർമാരിൽ ഒരാൾ അയാളാണ്. ഏകദേശം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പകുതി വരും റഹീം കോൺവാൾ. നന്നായിട്ട് ബാറ്റ് ചെയ്യും, സ്പിൻ ബൗളറുമാണ്. അത് ഡൈവ് ചെയ്തൊക്കെ ചില ക്യാച്ചുകൾ എടുക്കുന്നത് കാണണം റഹീം കോൺവാൾ. ഒരു ഒന്നാം തരം തടിയനാണ്. കുങ്ഫൂല് പോലും സോൾട്ട് അടിക്കുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു, ബേസിക്കലി അണിമ, ലഖിമ, ഗരിമ എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി വെയ്റ്റിനെ പോലും സൂപ്പർ ഹ്യൂമൻ തോട്ട് പ്രോസസ്സിൽ 0 ഗ്രാവിറ്റിയിൽ കൊണ്ടുവരാൻ മനുഷ്യന് കഴിവുണ്ടായിരുന്നു, കഴിവ് ഇന്നുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനത്. ഞാൻ ചൈനയിൽ തന്നെ 5 ഇയേഴ്സ് ഉണ്ടായിരുന്നു. ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് വിത്ത് മെനി പീപ്പിൾ ദേ. അവിടെ ഒരു 100 കിലോ ഉള്ളവനും 105 കിലോ ഉള്ളവനും ഒരു ബക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് ആ ബക്കറ്റ് മറിയില്ല. സോ വെയർ ഇസ് ദ വെയിറ്റ് ഗോൺ? സോ ഈ കാര്യങ്ങളൊന്നും മെഡിറ്റേഷനിൽ അതിന് പറയുന്നത് ആങ്സി എന്നാണ്. അതായത് നമ്മുടെ നേവലിന് ഒരു വിരലും ജെനിറ്റൽ ഓർഗൻസിന് ഒരു വിരൽ മുകളിലുമായുള്ള ഒരു ഇമാജിനറി പൊസിഷൻ, നമ്മൾ ഈ കുണ്ടലിനി എന്നൊക്കെ പറയുന്നത് തന്നെ, അങ്ങോട്ടേക്ക് നമ്മുടെ എനർജി റിസോഴ്സിനെ, ദാറ്റ് ഈസ് ആക്ച്വലി ശരീരത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. കൃത്യമായ ആ പോയിന്റിൽ, ദാറ്റ് ഈസ് കോൾഡ് ഹര, ആ പോയിന്റിൽ മനുഷ്യ ശരീരത്തിനെ നിർത്താൻ കഴിഞ്ഞാൽ 2 വശത്തെയും ഭാരം തുല്യമാകും എന്നുള്ളതാണ്. ഈ പോയിന്റിലാണ് എനർജി സെൻറ്റർ എന്നാണ്. ഈ പോയിന്റ് ചെറുതായി ഒന്ന് ഡിസ്ട്രക്റ്റ് ചെയ്താൽ മതി ആൾ മരിക്കാനാണ്. അതുകൊണ്ടാണ് സെൻ ബുദ്ധിസ്റ്റുകൾ ജപ്പാനിൽ കിരി ഈസ് ഡിസ്ട്രക്ഷൻ, ഹരക്കിരി എന്നാൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഹര. അവരുടെ സൂയിസൈഡ് രീതി എന്ന് പറയുന്നത് നീഡിൽ പോലുള്ള ഒരു ഉപകരണം 2 സെൻ ബുദ്ധിസ്റ്റുകൾ ചേർത്ത് വെച്ചിട്ട് ആലിംഗനം ചെയ്താൽ നിമിഷത്തിൽ വേദനയില്ലാതെ അവർ മരിക്കും എന്നുള്ളതാണ്. ഹരയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. സന്തോഷം താങ്കളെ കാണാൻ കഴിഞ്ഞതിൽ. ലൈക്ക്വൈസ്. ഞാനിങ്ങനെ ആമുഖത്തിൽ പറയുമായിരുന്നു, 2 പേർ തമ്മിൽ കണ്ടുമുട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആനന്ദബോസ് എന്തോ അവാർഡ് എന്നൊക്കെ ഞാൻ അറിഞ്ഞു, നമ്മുടെ ബംഗാൾ ഗവർണർ. അതെ, എനിക്ക് എൻ്റെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കഞ്ഞിയാണ്. 5 ധാന്യങ്ങൾ, മില്ലറ്റ്സോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമല്ല. 5 ധാന്യങ്ങൾ ഒരു സ്പെഷ്യൽ സൺലൈറ്റിൽ നമ്മൾ മുളപ്പിച്ച് ഉണക്കി നുറുക്കി ഒരു സ്പെഷ്യൽ സൺലൈറ്റിൽ ഡ്രൈ ചെയ്യും. മാൻമെയ്ഡാണ്. ഈ കഞ്ഞി 50 ഗ്രാം മതി ഒരു നേരം കഴിക്കാൻ. അതും 50 രൂപ താഴെ വരും. ഇത് ബേസിക്കലി ഒരു ഫുഡാണ്, മെഡിസിൻ അല്ല. ഫുഡ് ഈസ് മെഡിസിൻ എന്ന് പറയും. ഭയങ്കര ഡെലീഷ്യസുമാണ്. അപ്പോൾ ബോസാറിനെ ഞാനൊരു മീറ്റിങ്ങിൽ ഒരു ഫുഡ് ഫെസ്റ്റിവലിന് പരിചയപ്പെട്ടപ്പോൾ
ഞാൻ അത് ഈ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു 5 കിലോ കൊടുക്കുക. അതിനുശേഷം പുള്ളി അത് റെഗുലറായിട്ട് കഴിച്ചു. പുള്ളിയുടെ എയിൽമെൻറ്റ്സിന് ഒരുപാട് ഭേദമായി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ കൽക്കട്ടയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. കഞ്ഞിയുടെ കൂടെ കുറച്ച് പയറും കുറച്ച് പപ്പടവും കുറച്ച് പൊരിച്ച ഉണക്ക മീനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഗംഭീരമായി. ഉണക്കമീൻ, പർപ്പസ് സേവ് ചെയ്യും. അതെ അതെ, ഉണക്കമീൻ ഒഴിവാക്കിയിട്ട് മുളപ്പിച്ച പയറും ചുട്ട പപ്പടവും കാന്താരി ചമ്മന്തിയും ഒക്കെ കഴിക്കാം. ഈ അതേപോലെ നമ്മളുടെ അമ്പലങ്ങളിലോ പണ്ട് ഈ കഞ്ഞിയുടെ കൂടെ തന്നെ കറി, കൂട്ടുകറി, അതെ അതെ, ആ കൂട്ടുകറി എന്ന് പറയും. ആ അസ്ത്രം എന്നാണ് അതിന് നമ്മളുടെ നാട്ടിൽ. അത് ചേർത്ത് കഴിച്ചാൽ മതി, നമ്മുടെ ബോൾ മൂവ്മെൻറ്റ് നന്നാവും. ഇതിനെല്ലാം അണ്ടർ റേറ്റഡ് ആയിട്ടാണ് ആൾക്കാർ, മലയാളികൾ ഈ നാട്ടിലുള്ളത്. ഞാൻ പലപ്പോഴും കഞ്ഞി കുടിക്കാറുണ്ട്. നമ്മുടെ അനീഷയാണെങ്കിൽ ഫുൾ ടൈം കഞ്ഞിയാണ് അല്ലേ? പുറമേ ഉള്ള രാജ്യത്തുള്ള ആൾക്കാർ NRIസിനാണ് കൂടുതലും എൻ്റെ ഫുഡ് പ്രോഡക്ട്സിനോട് അല്ലെങ്കിൽ എൻ്റെ കിസീനോട് ഒരുപാട് താല്പര്യമുള്ളത്. അതിൽ പ്രധാനം ഞാനിപ്പം റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുന്നത് നാട്ടിലെ കള്ള് ഷാപ്പുകളാണ്. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മിനിസ്റ്ററിനോട് ചോദിച്ചു, KTDC വിൽക്കേണ്ടത് തെങ്ങും കള്ളും കപ്പയും കറിയുമാണോ അതോ ബിയറും വൈനും ആണോ? കാരണം കേരള ടൂറിസം, ഞാൻ വേൾഡ് വൈഡ് ട്രാവൽ ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഓരോ ടൂറിസം ജോണറിലും അവരുടെ റെസിപ്പിയും അവരുടെ വൈനുമാണ് സെർവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നതല്ല, പക്ഷേ ടൂറിസം ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ചൈന ആയാലും ശരി, ജപ്പാനായാലും ശരി, എന്തിനാ നമ്മളെ തായ്ലൻഡ് ആണെങ്കിൽ പോലും അവരുടെ തായ് ഫുഡ് എന്ന് പറഞ്ഞ് തലയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. നേരെ അല്ലേ? നമ്മളുടെ ഇവിടുത്തെ ഊണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ വേൾഡ് മൊത്തം കറങ്ങിയതിലും വീട്ടിലെ ഊണെന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെച്ച് നമ്മളുടെ ആചാരത്തിലുള്ള ആഹാരം വയ്ക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഇല്ലെങ്കിൽ കണ്ടിട്ടുള്ളത് എൻ്റെ സ്വന്തം കേരളമാണ്. കാരണം വേറെ എങ്ങും വീട്ടിലെ ഊണെന്നോ വീട്ടിലെ സൂപ്പെന്നോ വെച്ച് തായ്ലാൻഡിലോ ചൈനയിലോ യൂറോപ്പിലോ ഒന്നും വിൽക്കാറില്ല. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർ ക്വാളിറ്റി ഉള്ള റെസ്റ്റോറൻറ്റുകൾ പോലെ കേരളത്തിൻ്റെ കുത്തരിച്ചോറ്, കാന്താരി ചമ്മന്തി, കഞ്ഞി, പയർ, പുട്ട്, പപ്പടം ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഞാനൊരു റെസ്റ്റോറൻറ്റ് ഡിസൈൻ ചെയ്തത്. അതിനകത്ത് എൻ്റെ ചൈനീസ് മെമ്മറീസ് ഉള്ളത് കൊണ്ട് കഴിക്കാൻ വരാം. അതെ, വരണം. അപ്പം സന്തോഷം ശ്രീനളൻ, കണ്ടതിൽ സന്തോഷം. എന്താ റെസ്റ്റോറൻറ്റ് പേരെന്തായിരുന്നു? ഷെഫ് നളൻ. എല്ലാ റെസ്റ്റോറൻറ്റും? അതെ അതെ, ഷെഫ് നളൻ ട്രോപ്പിക്കൽ ടോഡി ലോഞ്ച്. കോട്ടയത്ത് എവിടെയാണത്? ഇത് ബേസിക്കലി മുട്ടിയറ പോകുന്ന റൂട്ടിലുണ്ട്, 4 മണിക്കാറ്റിലുണ്ട്. ഇത് പേരല്ലേ? 4 മണിക്കാറ്റ്. 4 മണിക്കാറ്റ് വേൾഡ് വൈഡ് ടൂറിസത്തിൽ റോഡ് സൈഡ് ടൂറിസം സെൻട്രൽ ഗവൺമെൻറ് അസോസിയേറ്റ് ആയിട്ട്, അതായത് 4 മണിക്ക് അതിലേക്കൂടെ ഒരു കാറ്റ് സഞ്ചരിക്കുമെന്ന്. ഈ കാറ്റ് കൊള്ളാനായിട്ട് വീക്കെൻഡ്സിൽ ബീച്ചിലെ പോലെ ജനങ്ങൾ ആ വഴിയോരത്ത് വന്നിരിക്കുമെന്നുള്ളത് ഭയങ്കര. അത് പൊന്നൻ കുര്യൻ സാറാണ്. വയനാട്ടിൽ പാതിരാ നിലാവെന്നോ അങ്ങനെ എന്തോ ഒരു സ്ഥലം ഉണ്ടല്ലോ. ഉണ്ട്. ഇത് പൊന്നൻ കുര്യൻ സാറിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഒരു കാര്യം. കാരണം കച്ചട പിടിച്ചു കിടന്ന ഒരു സ്ഥലത്തിനെ ഒരു ടൂറിസമായിട്ട് കൺവേർട്ട് ചെയ്തൊരു മനുഷ്യനാണ്. അവിടെ ഈ നമ്മളുടെ ലേഡീസ് ഉണ്ടല്ലോ, ഈ കുടുംബശ്രീ ലേഡീസ്, അവരുടെ ക്ലിനിക്കൽ തട്ടുകടകളുണ്ട് അവിടെ. ഒരു ദിവസം വരണം, എല്ലാവരും വന്ന് അവിടുന്ന് ചായയും കടിയൊക്കെ കഴിച്ച് 4 മണി കാറ്റൊക്കെ കൊള്ളണം. അശ്വമേധം കണ്ടിട്ടുണ്ട്? തീർച്ചയാണ്. ഞാൻ വിദേശത്തായിരുന്നു. അപ്പം നമ്മളുടെ ടെലിവിഷൻ ചാനലുകളിൽ നമ്മളിരുന്ന് ആര് ജയിക്കും, താങ്കളൊന്ന് തോറ്റ് കാണണം എന്ന് വാശിയോടൊക്കെ ആയിരിക്കുമല്ലോ ഞങ്ങളിരുന്ന് കാണണം. അതിപ്പോൾ നടക്കട്ടെ.